ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും പോയിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിരുന്നിട്ട് ആകെ എനിക്ക് ചെയ്യാനറിയാവുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ വാപ്പിയുടെ കുറേ ചെടികളുടെ കളക്ഷൻസ് ഉണ്ട്. പൂക്കളുടെ ചെടിയൊന്നുമില്ല കേട്ടോ, ഇലച്ചെടികളാണ് കൂടുതൽ, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് കൂടുതൽ. അപ്പോൾ പിന്നെ ഫേൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ചുമ്മാ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല, വെറുതെ ഒന്ന് കാണിച്ചു പോവാം. പിന്നെ മുന്തിരി വള്ളികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ടെറസിലിരുന്നിട്ടാണ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മുകളിലായിട്ട് മുന്തിരി വള്ളികൾ മാത്രമേ ഉള്ളൂ. മുന്തിരി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് വാപ്പിയുടെ ചെടികളൊക്കെ കുറച്ചൊന്ന് കാണിച്ചു തരാം. വലിയ കാര്യമായിട്ടൊന്നും അല്ല, എന്നെങ്കിലും ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ കാണിച്ച ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞാൻ വാപ്പിനെയും കൊണ്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു പിസയാണ് ഇവിടെ ട്രൈ ചെയ്തത്. അപ്പോൾ സക്സസ് ആയി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളായിട്ട് അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെന്താ പറയാനുള്ളത്? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പിസ്സ ബേസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണത്. പിന്നെ നമുക്ക് 2.5 ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ മിക്സി ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വയ്ക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നില്ലെങ്കിൽ പിസ്സ ബേസ് ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം ബാക്കി പ്രോസസ്സ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ചായിട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ആഡ് ചെയ്ത് അപ്പോൾ കട്ട കുത്തിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ ചേർത്തതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് മൈദ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ആദ്യം തന്നെ ചേർക്കരുത്, നമ്മുടെ മാവ് ലൂസായി പോവും. അതുകൊണ്ട് കുറച്ചായിട്ട് ചേർക്കുക. നമ്മുടെ ചപ്പാത്തി മാവിനേലും കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് ഒരു നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റുക. അപ്പോൾ ഇത് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ ഇനി കുറച്ച് ഓയിൽ ഈ പാത്രത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മാവ് പൊങ്ങി വന്നതിന് ശേഷം അതൊന്ന് ഈസി ആയിട്ട് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡോ ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് പൊങ്ങി വരുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊരു 2 മണിക്കൂറത്തേക്ക് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നനഞ്ഞ ടർക്കിയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് തുണിയാണെങ്കിലും വെക്കാം, ഒന്ന് എയർ ടൈറ്റായിട്ട് ഇരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാവ് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുത്തി നോക്കിയാൽ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ കിച്ചൺ ടോപ്പിലിട്ടിട്ട് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് മൈദ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുഴച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഡോ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാനൊരു അത്യാവശ്യം വലിയ സൈസിലുള്ള പിസ്സയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പ്ലേറ്റിലേക്ക് ഈ ഡോ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ പരത്തി കൊടുക്കണം. ഈ പ്ലേറ്റിൻ്റെ വലിപ്പത്തിനാണ് കേട്ടോ ഞാനിത് പരത്തി കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു പിസ്സ കിട്ടും. ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് കട്ടിയാക്കി കൊടുക്കണം ഇതുപോലെ. അപ്പോൾ ഇത് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. അതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. ഇനി ഇത് അത്യാവശ്യം കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒന്ന് ഒരു സൈഡിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് പിസ്സ സോസാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കണേലും എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഞാൻ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാനിത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസ്സ ബേസ് ഇത് അത്യാവശ്യം ഇവിടെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഞാൻ ഒരു മിനിറ്റ് നേരത്തേക്കാണ് കുക്ക് ചെയ്തുള്ളൂ. ബാക്കി നമുക്കിനി എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യാനുള്ളതാണ്. രണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പിസ്സ സോസ് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിസ്സ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ചീസ് നമുക്ക് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചീസ് അത്യാവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിതിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തൊരു ചിക്കനാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതിനി കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് വെജിറ്റബിൾസ് ആണ്. ഞാനിപ്പോൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, സവാളയും ക്യാപ്സിക്കം മാത്രമാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സവാള, ക്യാപ്സിക്കം ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മുടെ വെജീസും ചിക്കനും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഫുൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പിസ്സ ദേ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചീസൊക്കെ ആവശ്യത്തിന് നല്ല മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടെ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.